വെടിനിർത്തൽ ധാരണയായിരിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 5 മണിയോടുകൂടി തന്നെ വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുന്നു. 4 ദിവസത്തെ ആക്രമണങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു വെടിനിർത്തലിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതും കൂടിയാണ്. ഇനിയുള്ളൊരു ചർച്ച, DGMO തല ചർച്ച തിങ്കളാഴ്ച ഉണ്ടാകും എന്നുള്ളതും കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആന്റണി ജെസ് ജോർജ് ഉണ്ട്. തീർച്ചയായും 12-ന് വീണ്ടും ഒരു ചർച്ച കൂടി നടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. അതായത് തൽക്കാലം ഇന്നിപ്പോൾ DGMO തലത്തിൽ ഒരു ചർച്ച നടന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണഫലമാണ് ഈ വെടിനിർത്തൽ കരാറിലേക്ക് ഇരു രാജ്യങ്ങളും പോയത്. ഏതായാലും ആ ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും ആ ചർച്ചയിലേക്ക് പോകും 12-ാം തീയതി എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഇന്ത്യ സ്ഥിരീകരിച്ച കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. നമുക്ക് ആ വാർത്താ സമ്മേളനത്തിലേക്ക് പോകാമെന്ന് കരുതുന്നു. ആ ദൃശ്യങ്ങൾ, അതിൻ്റെ കുറിപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ബൈറ്റ്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം അത് നൽകാൻ കഴിയും PCR-ന് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട അതിലേക്ക് My colleagues from the military, the Director General of Military Operations of Pakistan called the Director General of Military Operations of India at 15:35 hours earlier this afternoon. It was agreed between them that both sides would stop all firing and military action on land and in the air and sea with effect from 1700 hours Indian Standard Time today. Instructions have been given on both sides to give effect to this understanding. The Directors General of Military Operations will talk again on the 12th of May at 1200 hours. Thank you. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ആന്റണി ജെസ് ജോർജ് ഉണ്ട്. ആന്റണി, ഉച്ച കഴിഞ്ഞൊരു 3 കഴിഞ്ഞതിന് ശേഷമാണ്, 3 മണിയോടുകൂടിയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നീക്കത്തിന് അല്ലെങ്കിൽ ഒരു വെടിനിർത്തലിനൊരു ധാരണയാകാമെന്നുള്ള തരത്തിലൊക്കെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു നീക്കത്തിലാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും കൂടിയാണ്. അതായത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള കനത്ത പ്രഹരം അവർക്ക് പാകിസ്ഥാന് താങ്ങാനാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു നീക്കത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഇന്ത്യ കൃത്യമായി തന്നെ അവരുടെ സൈനിക കേന്ദ്രങ്ങളിലേക്കടക്കം ആദ്യ ദിവസത്തെ അറ്റാക്ക് തന്നെ നമുക്കറിയാം അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുകയാണ്. അതുപോലെ തന്നെ പാകിസ്ഥാൻ മിലിറ്ററിയുടെ കേന്ദ്രമാണ് റാവൽപിണ്ടി. അവിടെ അടക്കം കയറി ആക്രമണം കൃത്യമായി തന്നെ ഇന്ത്യ നടത്തി. ഈ സൈനിക കേന്ദ്രങ്ങളിൽ പലയിടങ്ങളിലും കൃത്യമായി തന്നെ നാശം ഇന്ത്യയുടെ ആക്രമണങ്ങളിലുണ്ടായി. അത്തരത്തിൽ അവരുടെ തട്ടകത്തിൽ തന്നെ ചെന്ന് കൃത്യമായ അടി ഇന്ത്യക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ കാര്യം. പ്രധാനമന്ത്രി അടക്കം അവിടെ ഷെൽട്ടറിലേക്ക് മാറി എന്നുള്ള വിവരങ്ങളും ഒക്കെ പുറത്തേക്ക് വന്നിരുന്നു. അതേസമയം പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലും നമ്മൾ കണ്ടത്. ഇന്ത്യയുടെ S-400 എന്ന വ്യോമ പ്രതിരോധ സംവിധാനം അത് കൃത്യമായി തന്നെ പ്രവർത്തിച്ച് അത് കൃത്യമായി തന്നെ അത് ഇടപെട്ട് എല്ലാ ആക്രമണങ്ങളെയും ചെറുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായുള്ളത്. മിസൈലുകളടക്കം അതിർത്തിക്കപ്പുറത്തേക്ക് കടന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യമായുള്ളത്. ഏതായാലും അത്തരത്തിൽ പാകിസ്ഥാനെതിരെ ശക്തമായ ഒരു ആക്രമണം ഇന്ത്യ തുടങ്ങിയതോടുകൂടി ഇന്ത്യ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇവിടേക്ക് കയറിയാൽ അതേ നാണയത്തിൽ തിരിച്ചു മറുപടി നൽകുമെന്നുള്ളൊരു കാര്യവും കൂടി പറഞ്ഞിരുന്നു. ഏതായാലും പാകിസ്ഥാൻ അതിലെ അപകടം മനസ്സിലായി. മാത്രമല്ല പാകിസ്ഥാന്റെ ഏറ്റവും വലിയൊരു പിന്തുണക്കാരൻ എന്ന് പറയുന്നത് ചൈനയാണ്. ഇത്തവണ പക്ഷേ ചൈന പോലും അത്രയ്ക്ക് പിന്തുണയ്ക്ക് പാകിസ്ഥാൻ അരികിലേക്ക് എത്തിയില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യം കുറച്ച് വിമാനങ്ങളൊക്കെ നൽകിയതിനപ്പുറത്തേക്ക് പിന്നീട് ചൈന ഒന്നും മിണ്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇത് അവസാനിപ്പിക്കണമെന്നൊരു കാര്യമൊക്കെയാണ് ചൈന പറഞ്ഞത്. അങ്ങനെ പാകിസ്ഥാൻ ആകെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കാരണം ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഈ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന അടക്കമുള്ള കാര്യങ്ങൾ അത് ഇന്ത്യ കൃത്യമായി തന്നെ ഈ ലോകരാജ്യങ്ങളെ ധരിപ്പിച്ചു. അങ്ങനെ ലോകരാജ്യങ്ങളുടെ പിന്തുണ മുഴുവൻ ഇന്ത്യക്ക് തന്നെയാണ് ലഭിച്ചത്. അങ്ങനെ പാകിസ്ഥാൻ മൊത്തത്തിൽ അവിടെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. മാത്രമല്ല സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ്. ഇപ്പോൾ IMF-ൽ നിന്ന് രാവിലെയാണ് ധനസഹായമൊക്കെ ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ വലിയൊരു പ്രതിരോധത്തിലേക്ക് പാകിസ്ഥാൻ പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഇത് ഇനിയും മുന്നോട്ട് പോയാൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ളത് പാകിസ്ഥാന് മനസ്സിലായി. അങ്ങനെയാണ്
തന്നെയാണെന്ന് പാകിസ്ഥാൻ ആദ്യം തന്നെ പറഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ നമ്മൾ സിന്ധു നദി ജലക്കരാർ റദ്ദാക്കിയ ഘട്ടത്തിൽ പാകിസ്ഥാന്റെ മന്ത്രിമാരിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിരുന്നത് ആണവായുധ ഭീഷണി ഉപയോഗിക്കുമെന്നുള്ളൊരു കാര്യമൊക്കെയാണ്. പക്ഷെ ഇന്നത് പാകിസ്ഥാൻ അത്തരമൊരു ചർച്ച പോലും നടന്നിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമേ പാകിസ്ഥാൻ ആലോചിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നാലെ ഖ്വാജ ആസിഫ് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ പിന്മാറാൻ തയ്യാറാണെങ്കിൽ തങ്ങളും ഇതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണ് എന്നുള്ള കാര്യമാണ്. ഏതായാലും ഇന്ത്യയും അപ്പോൾ തന്നെ നിലപാട് അറിയിച്ചിരുന്നു. അതിനിടയിൽ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടക്കുന്നു എന്നുള്ള സൂചനകളും വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ വ്യക്തത തന്നെ വരുത്തിയിരിക്കുന്നു. പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് 3:30 മണിയോടുകൂടി, ഏതാണ്ട് 3:35 ഇന്ത്യയുടെ DGMOയെ വിളിച്ചു. അങ്ങനെ ആ ചർച്ച പാകിസ്ഥാൻ മുൻകൈ എടുത്താണ് ആ ചർച്ചയ്ക്ക് എത്തിയത്. അങ്ങനെ ആ ചർച്ചയിൽ ഇപ്പോൾ ഈ വെടിനിർത്തലിന് അത് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട്, അതായത് 3:30 വിളിക്കുന്നു. 5 മണി മുതൽ തന്നെ വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുന്നു. കര, വ്യോമ, നാവിക സേനകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ മുന്നേറ്റങ്ങളും അല്ലെങ്കിൽ അവരുടെ എല്ലാ നടപടികളും അടിയന്തരമായി നിർത്തിവെച്ചു. വീണ്ടും ഇത് സംബന്ധിച്ച് ചർച്ച നടക്കും. ഏതായാലും അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി, അതുപോലെ തന്നെ 3 സൈനിക മേധാവികൾ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരാണ് പങ്കെടുത്തത്. ആ യോഗത്തിന് ശേഷം ഇന്ത്യ ഒരു കാര്യം വ്യക്തമാക്കിയത്, അതായത് ഇന്ത്യയിലേക്ക് നടത്തുന്ന ഭീകരാക്രമണങ്ങൾ അത് യുദ്ധമായി തന്നെ, രാജ്യത്തിനെതിരായ യുദ്ധമായി തന്നെ കണക്കാക്കും, ശക്തമായ തിരിച്ചടി നൽകുമെന്നുള്ളൊരു താക്കീത് കൂടി ഇന്ത്യ നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു വിളിയൊക്കെ വരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പാകിസ്ഥാൻ അത് മുൻകൈയെടുത്ത തീരുമാനത്തിലേക്ക് വിളിക്കുന്നു. അങ്ങനെ ഇന്ത്യ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്, നിങ്ങൾ പിന്മാറിയാൽ ഞങ്ങളും പിന്മാറാമെന്നുള്ള കാര്യം. ഏതായാലും അത് പാകിസ്ഥാൻ തന്നെ അതിന് തയ്യാറായി വന്നിരിക്കുന്നു. ഏതായാലും സമാധാനത്തിലേക്ക് പോകാൻ ഇപ്പോൾ ഒരു വഴി തുറന്നിരിക്കുന്നു. അതേ ഈ കഴിഞ്ഞ 4 ദിവസങ്ങളായി നടന്ന ആ ഒരു സംഘർഷ സാധ്യത ഇല്ലാതായിരിക്കുന്നു. സംഘർഷത്തിൻ്റെതായ ഒരു സാഹചര്യം, ആ ഒരു അനിശ്ചിതത്വത്തിന് ഇപ്പോൾ വിരാമമായിരിക്കുന്നു തൽക്കാലത്തേക്കെങ്കിലും എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായ കാര്യം. ഏതായാലും വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുന്നു. പലപ്പോഴും ഈ നമ്മുടെ അതിർത്തിയിലൊക്കെ വലിയ ആശങ്ക നിലനിന്നിരുന്നു ആ ജനങ്ങളെ സംബന്ധിച്ചൊക്കെ. ഏതായാലും യുദ്ധമില്ല എന്നുള്ളൊരു ഏറ്റവും സമാധാനപരമായ ഒരു കാര്യത്തിലേക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു. ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പറഞ്ഞത്, ഇന്നലെ രാത്രി മുഴുവൻ ഞങ്ങൾ ഇടപെട്ട മധ്യസ്ഥ ചർച്ച, ആ മധ്യസ്ഥ ചർച്ചയിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇത്തരത്തിൽ വെടിനിർത്തലിന് ധാരണയായിരിക്കുന്നു. ഇരു രാജ്യങ്ങൾക്കും അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുന്നത്. അതിന് പിന്നാലെ പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ പ്രധാനമായും ഈ അമേരിക്കയുടെ ഇടപെടൽ പൂർണ്ണമായും തള്ളിക്കളയുകയാണത് ഇന്ത്യ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. DGMOA തലത്തിൽ നടത്തിയ ചർച്ച, ആ ചർച്ചയിലാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. അമേരിക്കയുടെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഇന്ത്യ പറയുന്നില്ല. മൂന്നാം കക്ഷി ഈ ചർച്ചയിൽ ഉണ്ടായിട്ടില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മാത്രമാണ് ചർച്ച നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഈ അമേരിക്കയുടെ മധ്യസ്ഥ ചർച്ചകളാണ് ഈ വെടിനിർത്തലിലേക്ക് നയിച്ചത് എന്നുള്ള അവരുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം അത് ഇന്ത്യ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും നിർണായകമായ ഒരു പ്രഖ്യാപനം തന്നെ വന്നിരിക്കുന്നു. വെടിനിർത്തൽ എന്ന ആ തീരുമാനത്തിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും എത്തിയിരിക്കുന്നു. 5 മണി മുതൽ ആ വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുന്നു. എല്ലാ തരത്തിലുള്ള സൈനിക നടപടികളും നിർത്തിവെച്ചിരിക്കുന്നു. ഇനി 12-ന് ഇരു രാജ്യങ്ങളുടെയും DGMOമാർ വീണ്ടും ചർച്ച നടത്തും. അതിനിടയിൽ ഇനി ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഈ തീവ്രവാദ ആക്രമണങ്ങൾ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ അത് അംഗീകരിച്ച് കൊടുക്കില്ല. അതിനെതിരായ നടപടികൾ തുടരുമെന്നുള്ള കാര്യം ഇന്ത്യ പറയുന്നുണ്ട്. ഏതായാലും പാകിസ്ഥാൻ തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഭീകരവാദത്തിനെ അടിച്ചമർത്തുന്ന തരത്തിലുള്ള മറുപടി തന്നെയാണ് പാകിസ്ഥാന് മേൽ, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് മേൽ ഇന്ത്യ വർഷിച്ചത്. ആ ഒരു കനത്ത പ്രഹരം താങ്ങാനാകാതെ ഒപ്പം തന്നെ ബലൂച്ച് ആർമിയുടെ ഭാഗത്തു നിന്നും കൂടി പ്രഹരമേറ്റതോടെ മറ്റു വഴികളില്ലാതെ സമാധാന ചർച്ചയ്ക്കായി പാകിസ്ഥാൻ വന്നിരിക്കുകയാണ്. പിന്നാലെ ഇത്തരത്തിൽ ഒരു ചർച്ച നടന്നിരിക്കുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് ധാരണയായിരിക്കുന്നു.
സാധിക്കുന്നു. ഇന്ന് 5 മണി മുതൽ വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുന്നു. ഇനി അടുത്ത ചർച്ച തിങ്കളാഴ്ച ഉണ്ടാകും. DGMO തലത്തിലുള്ള ചർച്ചകൾ തന്നെയായിരിക്കും. പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും DGMOമാർ ചർച്ച ചെയ്യുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ മൂന്നാം കക്ഷിയൊന്നും ഈ ഒരു തീരുമാനത്തിൽ പങ്കാളിയായിട്ടില്ല എന്നുള്ളതും കൂടി ഇന്ത്യ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഏറ്റവും സുപ്രധാനമായ നിർണായകമായ ഒരു പ്രഖ്യാപനം തന്നെയാണ്. വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുന്നു 5 മണി മുതൽ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ തീരുമാനം. അതിർത്തിയിൽ സമാധാനം പുലരുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി ഒരു ഇടവേളയാണ്.